ഹലോ എവറി വൺ, വെൽക്കം ടു മൈ ചാനൽ ഇംഗ്ലീഷ് ടോക്സ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കലോഡോസ്കോപ്പിലെ വോൺ യു സെലിബ്രേറ്റ് വിത്ത് മീ എന്നുള്ള പോയാണ്. അത് എഴുതിയിട്ടുള്ളത് ലൂസ്ലി ക്ലിഫ്റ്റൺ ആണ്. ലൂസ്ലി ക്ലിഫ്റ്റനെ കുറിച്ച് പറയുമ്പോൾ അവർ ആഫ്രിക്കൻ അമേരിക്കൻ പോയറ്റ്സ് ആണ്. അതുപോലെ 2007 റൂത്ത് ലില്ലി പോയട്രി പ്രൈസ് ലഭിച്ച ഒരാൾ കൂടിയാണ്. അവരുടെ രണ്ട് ബുക്സ് പുലിറ്റ്സർ പ്രൈസിൻ്റെ ഫൈനലിസ്റ്റ് വരെ പോയിട്ടുണ്ട്. ആ രണ്ട് ബുക്സാണ് ഗുഡ് വുമൺ, Poems and the Memoir 1987. Second one, Next New Poems 1987. Two-Headed Woman 1980s എഴുതിയിട്ടുള്ള Two-Headed Woman ആണ് അതവരുടെ ഒരു വലിയ കളക്ഷൻ. അതും പുലിറ്റ്സർ പ്രൈസിന് വേണ്ടി നോമിനേറ്റ് ചെയ്തൊരു സംഭവമായിരുന്നു. പിന്നെ ആഫ്രിക്കൻ അമേരിക്കൻ പോയറ്റ് ആയതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതലും അവരെന്ത് ചെയ്യുന്നുണ്ട്, സെഗ്രിഗേഷനും റേസിസും ഒക്കെ എക്സ്പീരിയൻസ് ചെയ്ത ആളായിരുന്നു. അത് അവരുടെ റൈറ്റിങ്സിൽ നമുക്ക് കാണാൻ പറ്റും. ഇനി ഡയറക്റ്റ് പോയത്തിലേക്ക് പോവാം. ഈ ഒരു പോയ എഴുതിയിട്ടുള്ളത് 1960s നടന്നിട്ടുണ്ടായിരുന്ന സിവിൽ റൈറ്റ് മൂവ്മെൻറ്റിൻ്റെ ആ ഒരു സമയത്താണ്. അപ്പം അതേപോലെ എന്തൊക്കെ, അതായത് ഈ ഒരു പോയത്തിലും എന്താണ് റൈറ്റ്സിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് കൂടുതൽ സംസാരിച്ചിട്ടുള്ളത്. ഈ ഒരു പോയം എഴുതാൻ ഈ ഒരു ഓതറിനെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നത് വാൾട്ട് വൈറ്റ്മാൻ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ പോയമായിട്ടുള്ള സോങ് ഓഫ് മൈസെൽഫ് ഇതിനെ ഇൻസ്പയർ ചെയ്തിട്ടാണ് ഈ ഒരു പോയം എഴുതിയിട്ടുള്ളത്. ഈ പോയത്തിന് ഒരുപാട് പ്രത്യേകത ഉണ്ട്. ഇതൊരു മോഡേൺ സോണറ്റ് എന്നുള്ള രീതിയിലാണ് എഴുതിയിട്ടുള്ളത്. ട്രഡീഷണൽ സോണറ്റിൻ്റെ സ്ട്രക്ചറും കാര്യങ്ങളൊന്നും ഇതിൽ കാണാൻ പറ്റില്ല. എന്നാൽ സോണറ്റിൻ്റെ പല സവിശേഷതകളും ഇതിൽ കാണാനും പറ്റുന്നുണ്ട്. ആ ഒരു രീതിയിലാണ് ഇത് എഴുതിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു പോയത്തിൽ കുറച്ച് ഇമേജറീസും യൂസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഡയറക്റ്റ് പോയത്തിലേക്ക് അടക്കാം. വോണ്ട് യു സെലിബ്രേറ്റ് വിത്ത് മീ വാട്ട് ഐ ഹാവ് ഷേപ്ഡ് ഇൻ ടു എ കൈൻഡ് ഓഫ് ലൈഫ്. നിങ്ങൾ എൻ്റെ ഒപ്പം സെലിബ്രേറ്റ് ചെയ്യില്ലേ? എങ്ങനത്തെ ഞാൻ ഉണ്ടാക്കി അല്ലെങ്കിൽ ഞാൻ ഷേപ്പ് ചെയ്തെടുത്ത എൻ്റെ ഈ ഒരു എ കൈൻഡ് ഓഫ് ലൈഫ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കൈൻഡ് ഓഫ് ലൈഫ് അതായത് അത്രയ്ക്ക് ഹാപ്പി അല്ലാത്ത, സാറ്റിസ്ഫൈഡ് അല്ലാത്തൊരു ലൈഫാണ്. അത് ഞാൻ ഉണ്ടാക്കിയെടുത്ത ലൈഫാണ്. ആ ഒരു ലൈഫിൽ നിങ്ങൾ എൻ്റെ ഒപ്പം സെലിബ്രേറ്റ് ചെയ്യില്ലേ എന്നാണ് ചോദിക്കുന്നത്. അതുപോലെ തന്നെ ഐ ഹാഡ് നോ മോഡൽ. എനിക്ക് ഒരു മാതൃകയില്ല അല്ലെങ്കിൽ ഒരു മോഡലില്ല. കാരണം അവരൊരു ആഫ്രിക്കൻ അമേരിക്കൻ ആളാണ്. അതുകൊണ്ട് തന്നെ എന്താണ്, സ്വന്തം ഒരു സ്വന്തം ലൈഫും ഐഡൻറ്റിറ്റിയും ഒക്കെ ഉണ്ടാക്കുന്നത് ആരാണ്? സ്വയമായിരിക്കും. അല്ലാണ്ട് ആരും സപ്പോർട്ടിങ്ങോ അങ്ങനെയൊന്നും ഉണ്ടായിരിക്കില്ല ആ ഒരു അങ്ങനെയുള്ള ആൾക്കാർക്ക്. അപ്പോൾ അതാണ് ഉദ്ദേശിക്കുന്നത്. ബോൺ ഇൻ ബേബിലോൺ ബോത്ത് നോൺ വൈറ്റ് ആൻഡ് വുമൺ വാട്ട് ഡിഡ് ഐ സീ ടു ബി എക്സെപ്റ്റ് മൈസെൽഫ്. ഇവിടെ ബേബിലോൺ പറഞ്ഞു വെച്ചാൽ ഒരു ബൈബിളിക്കൽ സിറ്റിയാണ്. അതുപോലെ തന്നെ ഞാൻ എന്താണ്, ബോത്ത് നോൺ വൈറ്റ് ആൻഡ് വുമൺ, രണ്ട് എന്താണ് നോൺ പ്രിവിലേജ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അതായത് ഞാൻ എന്താണ്, നോൺ വൈറ്റും ആണ് വുമണും ആണ്. രണ്ടെണ്ണത്തിനും എന്തായിരിക്കും എപ്പോഴും ഇത് കൂടുതലായിരിക്കും അല്ലേ, പ്രിവിലേജ് കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് ഞാൻ നോൺ വൈറ്റും ആണ് വുമൺ ആണ്. വാട്ട് ഡിഡ് ഐ സീ ടു ബി എക്സെപ്റ്റ് മൈസെൽഫ്. ഞാൻ എൻ്റെ മൈസെൽഫ് അല്ലാണ്ട് വേറെ എന്തിനാണ് എക്സെപ്റ്റ് ചെയ്യേണ്ടത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു വുമൺ ആണ്, അതുപോലെ നോൺ വൈറ്റ് ഒരു ബ്ലാക്കും ആണ്. അതുകൊണ്ട് തന്നെ വേറെ ഒന്നിനും എനിക്ക് എക്സ്പെക്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ള കാര്യം പറയണം. ഐ മെയ്ഡ് ഇറ്റ് അപ്പ്, ഞാൻ ഉണ്ടാക്കിയതാണ്. ഹിയർ ഓൺ ദിസ് ബ്രിഡ്ജ് ബിറ്റ്വീൻ സ്റ്റാർഷൈൻ ആൻഡ് ക്ലേ, മൈ വൺ ഹാൻഡ് ഹോൾഡിംഗ് ടൈറ്റ്, മൈ അതർ ഹാൻഡ് come celebrate with me that every day something has tried to kill me and has failed. ഇപ്പോൾ പറയുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു ബ്രിഡ്ജിൻ്റെ മുകളിലാണ്. ആ ബ്രിഡ്ജ് എന്ത് തമ്മിലുള്ള ബ്രിഡ്ജാണ്? സ്റ്റാർ ഷൈൻ ആൻഡ് ക്ലേ. സ്റ്റാർ ഷൈനും ക്ലേയും തമ്മിലുള്ളതാണ്. ഇവിടെ സ്റ്റാർ ഷൈൻ പറഞ്ഞു വെച്ചാൽ ഒറിജിൻ ഓഫ് യൂണിവേഴ്സ് എന്നും ക്ലേ എന്ന് പറഞ്ഞു വെച്ചാൽ എന്താണ്, ക്രിയേഷൻ ഓഫ് മാൻ. ഈ രണ്ടെണ്ണത്തിൻ്റെയും ഇടയിലുള്ള ഒരു ബ്രിഡ്ജിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. എൻ്റെ ഒരു കൈ എന്ത് ചെയ്യുന്നുണ്ട്, മറ്റേ കൈയുമായിട്ട് ഞാൻ ടൈറ്റ്ലി ഹോൾഡ് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങളും എന്ത് ചെയ്യണം, എൻ്റെ ഒപ്പം വന്ന് സെലിബ്രേറ്റ് ചെയ്യൂ. എന്നെ എല്ലാ ദിവസവും എവറി ഡേ എന്ത് ചെയ്യുന്നുണ്ട്, സംതിങ് ഹാസ് ട്രൈഡ് ടു കിൽ മീ ആൻഡ് ഹാസ് ഫെയിൽഡ്. എല്ലാ ദിവസവും എന്നെ എന്തോ കില്ല് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, പക്ഷെ അത് പരാജയപ്പെട്ടു പോകുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എൻ്റെ ഒപ്പം വന്നിട്ട് എന്ത് ചെയ്യണം, സെലിബ്രേറ്റ് ചെയ്യൂ എന്നാണ് പറയണത്. ഇവിടെ എന്നെ തന്നെ കില്ല് ചെയ്യാൻ നോക്കുന്നു എന്നുള്ള എന്തായിരിക്കും, ഒരു ബ്ലാക്ക് വുമണിൻ്റെ ആ ഒരു റേസിസം അല്ലെങ്കിൽ സെഗ്രിഗേഷനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഇമേജ് യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു പോയം. മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക.